രക്തം കേൾക്കർ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക്, അതായത് ചീഫ് ഇലക്ടറൽ ഓഫീസറായിരുന്ന രക്തം കേൾക്കറെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സുപ്രധാനമായിട്ടുള്ള കീ പോസ്റ്റിൽ വെച്ചിരിക്കുന്നു എന്ന് ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. സത്യമാണ്. അപ്പോൾ ഇതിൻ്റെ പുറകിൽ എന്തെങ്കിലും അട്ടിമറികളുണ്ടോ? അതായത് ഈ പറയുന്ന BJPയുടെയോ കേന്ദ്ര സർക്കാരിൻ്റെയൊക്കെ ഏജൻ്റ് ആയിരുന്ന ആളാണോ രക്തം കേൾക്കർ? അങ്ങനെ ഒരാളെയാണോ VD സതീശൻ മുഖ്യമന്ത്രി ഓഫീസിൽ വെച്ചിരിക്കുന്നത്? അതിനർത്ഥം മുഖ്യമന്ത്രിയും RSSും BJP ആയിട്ട് എന്തെങ്കിലും ഡീലുണ്ടെന്നാണോ? അല്ലെങ്കിൽ മുഖ്യമന്ത്രി അങ്ങനത്തെ ഒരു മണ്ടത്തരം എന്തിനാണ് കാണിച്ചത് എന്നൊരു ചോദ്യം ഇപ്പോൾ എല്ലായിടത്തും വരുന്നുണ്ട്. ആ ചോദ്യം റെലവൻ്റ് ആണ് കേട്ടോ. അങ്ങനെ സംശയം, ഇങ്ങനെ ചീഫ് ഇലക്ടറൽ ഓഫീസറായിട്ടിരുന്ന ഒരാൾ ഇങ്ങനെ ഒരു ഓഫീസിലോട്ടൊക്കെ വരുമ്പോൾ അതിനെപ്പറ്റി സംശയം ഉണ്ടാകുമെന്ന് പറയുന്നത് നോർമലാണ്. അപ്പോൾ അതിനെപ്പറ്റി മുഖ്യമന്ത്രി ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നുണ്ട്, ശ്രീ VD സതീശൻ. നമുക്ക് അതൊന്ന് കേട്ടിട്ട് കൂടുതൽ വീഡിയോയിലേക്ക് ഞാൻ കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ ആ വീഡിയോ ഒന്ന് കേൾക്കാം. ഗവൺമെന്റ് കൊടുക്കുന്ന പാനൽ, സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കുന്ന പാനലിൽ നിന്നും ചീഫ് ഇലക്ഷൻ കമ്മീഷണർ അദ്ദേഹത്തെ നിയമിക്കും. എന്തിനാണ്? ഇലക്ഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട്. ഇലക്ഷൻ നടത്തി കഴിഞ്ഞാൽ അതിന്റെ ജോലി തീർന്നു. സാധാരണ എന്താ ചെയ്യുന്നത്? അതിനുശേഷം പിന്നെ അതോടുകൂടി ഔദ്യോഗിക ജീവിതം അവസാനിപ്പിക്കുകയാണ്. ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ ഔദ്യോഗിക ജീവിതം പിറ്റേ ദിവസം റിട്ടയർ ചെയ്യുവാണ്. ശ്രീമതി നളിനി നെറ്റോ ചീഫ് ഇലക്ടറൽ ഓഫീസറായിരുന്നു. അതിനുശേഷം എവിടേക്കാ പോയത്? ഹോമിലേക്ക് പോയി, അല്ലേ? പിന്നെ ചീഫ് സെക്രട്ടറി ആയി. പിന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വന്നു. ഇതിനു മുമ്പിരുന്ന എല്ലാവരും അവരുടെ ഔദ്യോഗിക കാര്യം കഴിഞ്ഞു കഴിഞ്ഞു. ഇതിപ്പോ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ അറിയിച്ചിട്ടുണ്ട് വേറൊരു ജോലിയിലേക്ക് ജോയിൻ ചെയ്യുകയാണ്. ബംഗാളുമായിട്ടാണ് താരതമ്യപ്പെടുത്തുന്നത്. ബംഗാളിലെ വിഷയം എന്താ? ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും CPMഉം ഗുരുതരമായ ആരോപണമാണ് അവിടുത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസർക്കെതിരായിട്ട് ഉന്നയിച്ചത്. വ്യാപകമായ തോതിൽ SIRൽ നിന്ന് വോട്ടുകൾ നീക്കം ചെയ്തു എന്നാണ് ആരോപണം. ഗുരുതരമായ ആരോപണം. അങ്ങനത്തെ ഒരു കംപ്ലൈന്റ് ഇവിടുത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസറെ കുറിച്ച് ആർക്കെങ്കിലും ഉണ്ടായിരുന്നോ? ഇപ്പൊ പറയുന്ന BJPക്ക് ഉണ്ടായിരുന്നോ? CPMനുണ്ടായിരുന്നോ? അദ്ദേഹത്തെ പ്രപ്പോസ് ചെയ്തത് ഗവൺമെന്റാണ്, അന്നത്തെ ഗവൺമെന്റാണ്. CPM നേതൃത്വം കൊടുത്ത ഗവൺമെന്റാണ് അദ്ദേഹത്തെ പ്രപ്പോസ് ചെയ്തത്. അതിലെന്താ അവിടുത്തെ ഇവിടെ ആകെ കംപ്ലൈന്റ് പറഞ്ഞത് പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിൽ നിന്നാണ്. ചില പരാതികൾ അദ്ദേഹത്തിന്, അത് വ്യക്തിപരമായ പരാതിയല്ല, ഇലക്ഷന്റെ കാര്യത്തിലുള്ള ചില പരാതികൾ. അപ്പോൾ കേട്ടല്ലോ. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് എന്താണ്? സ്റ്റേറ്റ് ഗവൺമെൻറ് പറഞ്ഞാൽ ഏത് സ്റ്റേറ്റ് ഗവൺമെൻറ്? നിലവിലത്തെ സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ല, മുൻ ആദരണീയനായ പിണറായി വിജയൻ സാറിൻ്റെ സ്റ്റേറ്റ് ഗവൺമെൻറ്, ആ ഗവൺമെൻറ് കൊടുത്ത ലിസ്റ്റ് പ്രകാരമാണ് ചീഫ് ഇലക്ടറൽ ഓഫീസറെ നിയമിക്കുന്നത്. അപ്പോൾ പിണറായി വിജയൻ കൊടുത്ത ലിസ്റ്റിലുണ്ടായിരുന്ന ആളാണ് ആര്? രത്തൻ എന്ന് പറയുന്നതാണ്. അപ്പോൾ ഈ രത്തൻ എങ്ങനെയാണ് പിണറായി വിജയൻ്റെ ലിസ്റ്റിൽ കയറിയത്? ഈ പറയുന്നയാൾ RSS ഏജൻ്റ് ആയിരുന്നെങ്കിൽ പിണറായി വിജയന് RSS അജണ്ടയുടെയോ ബന്ധത്തിൻ്റെയും പുറത്താണോ ഇങ്ങനെ ഒരാളുടെ പേര് ഇലക്ടറൽ ഓഫീസറായിട്ട് കൊടുക്കുന്നത്? അപ്പോൾ പിണറായി വിജയന് അപ്രൂവ്ഡ് ആയതുകൊണ്ടാണ്. ഇയാളെപ്പറ്റി BJP ഏതെങ്കിലും പരാതി പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇയാളെപ്പറ്റി ആകെ പരാതി പറഞ്ഞത് ഈ പറയുന്ന പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസാണ്. അത് തെരഞ്ഞെടുപ്പിന് നടത്തിപ്പിനെ പറ്റിയുള്ള ചില സംശയങ്ങളാണ്. അത് പിന്നീട് ക്ലിയർ ചെയ്ത് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ആർക്കും ഈ CPM അടക്കം അക്സെപ്റ്റ് ചെയ്തേക്കുന്ന ഒരാളാണ് ഈ രത്തൻ കേൾക്കർ. ഈ രത്തൻ കേൾക്കറിൻ്റെ പേര് അവിടെ കൊടുക്കുന്നു. അതിനുശേഷം ചീഫ് ഇലക്ഷൻ കമ്മീഷൻ്റെ ഓഫീസിൽ നിന്ന് ഈ സാധനം അപ്രൂവ്ഡ് ആയിട്ട് ഇവിടെ വരുന്നു. എന്നിട്ട് അയാളെ പ്ലേസ് ചെയ്യുന്നു, അയാളെ അപ്പോയിൻറ്റ് ചെയ്യുന്നു. ആർക്കും പ്രശ്നമില്ലാതെ അപ്പോയിൻറ്റ് ചെയ്യുന്നു. പിന്നെ എന്തിനാണ് ഇപ്പം ഇങ്ങനെ ഒരു ആരോപണം വരുന്നത്? അത് ചുമ്മാ ഒരു ആരോപണം എയറിൽ നിന്ന് എടുത്തിടുക എന്നുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു മൂടുപടം സൃഷ്ടിച്ച് അതിനകത്ത് നിർത്തുക എന്നുള്ള ഇതേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ ഈ പ്രതിപക്ഷം മനസ്സിലാക്കേണ്ട കാര്യം, ഇങ്ങനൊരു കാര്യമായിട്ട് ഇപ്പം അനാവശ്യമായിട്ട് ഈ പറയുന്ന ഒരു ആരോപണമൊക്കെ നടത്തുമ്പോഴല്ലോ, പാമ്പ് വരുന്നതെന്നോ അല്ലെങ്കിൽ പുലി വരുന്നതെന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് ശരിക്കും പാമ്പും പുലിയൊക്കെ വരുമ്പോൾ ആരും മനസ്സിലാക്കത്തുമില്ല, ആരും അറിയത്തുമില്ല, ആരും ശ്രദ്ധിക്കത്തുമില്ല, മൈൻഡ് ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ അനാവശ്യമായിട്ട് ഇലക്ഷൻ ഈ ആരോപണങ്ങൾ കൊണ്ടുവരാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഈ VD സതീശൻ പറഞ്ഞ പോലെ എല്ലാവർക്കും കൂടെ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരാളെ പ്ലേസ് ചെയ്യുന്നു ഇവിടെ. അതിനകത്ത് അയാൾ നല്ല കേപ്പബിൾ ആയിട്ടുള്ള ഒരാൾ എന്നുള്ള രീതിക്കായിരിക്കും പ്ലേസ് ചെയ്തേക്കുന്നത്. അപ്പം ഇവർക്ക് ഇതുവരെ പരാതിയില്ലാത്തവർ, ഈ പുള്ളിയെ ലിസ്റ്റിലാക്കി കൊടുത്തവർ, ഈ പുള്ളിയെ അപ്രൂവ് ചെയ്ത് കൊടുത്തവർ, ഈ പുള്ളി നല്ലവനാണെന്ന് പറഞ്ഞ് ലിസ്റ്റിലാക്കി കൊടുത്ത് അവിടെ നിന്ന് അപ്രൂവ് ചെയ്ത് വിട്ടവരൊക്കെയാണ് ഇപ്പം പരാതി പറയുന്നത്.